ജിഫ്രി മുത്തുക്കോയ് തങ്ങൾ തുടങ്ങിവെച്ച സമസ്ത ഐക്യ ചർച്ചയിൽ പുരോഗതി, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കാന്തപുരത്തിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് സമസ്ത ഇ.കെ. വിഭാഗം ഐക്യം ആവശ്യമെന്നും മധ്യസ്ഥനെ ഇരുകൂട്ടരും ചേർന്ന് തീരുമാനിക്കുമെന്നും സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഐക്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയുള്ള തങ്ങളും പറഞ്ഞില്ല, നമ്മുടെ ജിഫ്രി തങ്ങൾ പറഞ്ഞല്ലോ, ഐക്യം നടക്കട്ടെ, ഐക്യം നമുക്ക് ആവശ്യമല്ലേ. അതുകൊണ്ട് നന്നാവണം. നേരത്തെ ഉണ്ട്, ഇത്തരം ചർച്ചകളൊക്കെ നേരത്തെ നടന്നിരുന്നു. മധ്യസ്ഥനായിട്ട് ആരെങ്കിലും വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനൊന്നുമില്ല, അതൊക്കെ നേതാക്കൾ തീരുമാനിക്കും. തങ്ങളും മറ്റേ ഭാഗത്തുള്ള AP ഉസ്താദൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. സുന്നി ഐക്യം മുസ്ലിങ്ങൾ കാത്തിരിക്കുന്ന ആഗ്രഹമെന്ന് SYS സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയും പ്രതികരിച്ചു. 2018 തുടങ്ങിയ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. സുന്നികൾക്കിടയിലെ ഐക്യം കേരളത്തിലെ മുസ്ലിങ്ങൾ കാത്തിരിക്കുന്ന ഒരാഗ്രഹമാണ്. അത് നടക്കണമെന്നാണ് മൊത്തത്തിലുള്ള കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളുടെ ആഗ്രഹം. സമസ്ത സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഐക്യാഹ്വാനം നടക്കുകയും അതിനെ പോസിറ്റീവായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും ഇരു വിഭാഗവും തമ്മിലുള്ള ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഒരുങ്ങിയിരിക്കുകയാണ്. രണ്ട് വിഭാഗം സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിൻ്റെ പരമാധികാര ബോഡിയായ മുഷാവറയും ചേർന്നുകൊണ്ട് അത് സംബന്ധിച്ചുകൊണ്ട് ഒരു ചർച്ച ചെയ്ത് ആ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനം വൈകാതെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മധ്യസ്ഥൻ വേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അതിനകത്ത് നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു മധ്യസ്ഥൻ? ഇരു വിഭാഗത്തിനും സ്വീകാര്യനായ ഒരു മധ്യസ്ഥൻ ആര് എന്നുള്ളത് രണ്ട് വിഭാഗത്തിന്റെയും മുഷാവറ കൂടി തീരുമാനമെടുത്താൽ മതിയല്ലോ. പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട്. പ്രസാദ്, അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇരു വിഭാഗങ്ങളും ഒന്നിക്കണം, അത് തന്നെയാണ് പൊതുവികാരം. ഇരുവിഭാഗങ്ങളും ഒന്നിക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുവികാരം. ഇനിയിപ്പോൾ രണ്ടു കൂട്ടരും, അതായത് ഇ.കെ. വിഭാഗവും AP വിഭാഗവും ഐക്യ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നേരത്തെ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞതുപോലെ 2018 പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആ ചർച്ച പുനരാരംഭിക്കുകയാണ് വേണ്ടത്. അതിന് ആദ്യമായി വേണ്ടത് ഒരു മധ്യസ്ഥനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടു കൂട്ടരും, ഇപ്പം നേരത്തെ നമ്മൾ ഉമർ ഫൈസി മുക്കവും പറയുന്നത്, രണ്ടു കൂട്ടരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണെങ്കിലും ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെങ്കിലും അവരെല്ലാം തന്നെ ഒരുമിച്ച് ആ മധ്യസ്ഥൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അതിനുശേഷമാണ് ഇനി തുടർ ചർച്ചകൾ ഉണ്ടാകേണ്ടത്. എന്തായാലും ഇന്നലത്തെ കാന്തപുരം വിഭാഗത്തിന്റെ അവരുടെ പ്രമേയത്തോടു കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്ക് വേഗം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ രണ്ടു കൂട്ടരും ജാഗ്രത പാലിക്കേണ്ട ചില കാര്യങ്ങൾ അത് ഇന്നലെ കാന്തപുരം തന്നെ പറയുന്നുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് മുറിവേൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ സംഘടനകൾ പരസ്പരം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പ്രതികരണങ്ങളിൽ ഇത്തരം ചർച്ചകളെ പരിഹസിച്ചൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇതിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് രണ്ടു കൂട്ടരും രണ്ട് വിഭാഗത്തിലെയും പ്രവർത്തകർ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് അത് പോകരുത് എന്നുള്ളതാണ്. സുന്നി വിഭാഗത്തിലെ എല്ലാവരും ഐക്യം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ പൊതുവികാരം. ഇനി മുന്നോട്ട് എന്നുള്ളതാണ്. ആരാണ് മധ്യസ്ഥൻ, പിന്നെ എന്താണ് വ്യവസ്ഥകൾ, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. എന്തായാലും വരുന്ന ആളുകളിൽ ഇവരുടെ നേതൃത്വം തന്നെ കൂടിയാലോചനകൾ നടത്തി ആരായിരിക്കണം അതിന് മുൻകൈ എടുക്കണം, ഒരു മധ്യസ്ഥനെ ആരായിരിക്കണം എന്നുള്ളത് കണ്ടെത്തുക, പിന്നീട് തുടർ ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ് അതിന്റെ രീതി. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ശരി. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.